അമ്മാവ, ഞാനേ ദാസങ്ങളുടെ അടുത്തേക്കൊന്ന് പോവാ. ഇന്ന് തന്നെ ചെല്ലാൻ പറഞ്ഞിരുന്നു. ആ, ദാസനോടും പറഞ്ഞിരുന്നു. നീ ഇരിക്കേ. ബിസിനസ്സൊക്കെ പെട്ടെന്ന് തന്നെ ആരംഭിക്കേണ്ടതല്ലേ രഘു? അപ്പൊ നീ അങ്ങോട്ടേക്ക് പോവാതെ ഇങ്ങനെ എല്ലാം നല്ല രീതിയിൽ തന്നെ നടക്കട്ടെ. മിക്കവാറും നാളെ തന്നെ സ്ഥാപനത്തിന്റെ രജിസ്ട്രേഷൻ നടക്കും. പിന്നെ പ്രത്യേകിച്ച് തയ്യാറെടുപ്പിന്റെ ഒന്നും ആവശ്യമില്ല. സ്റ്റാഫോടൊക്കെ എല്ലാം അവിടെ തന്നെ ഉണ്ടല്ലോ. നല്ലൊരു മുഹൂർത്തം നോക്കി സ്റ്റാർട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. അമ്മാവൻ തന്നെ ഒന്ന് വിളക്ക് കൊളുത്തണം. വലിയ ചടങ്ങായിട്ടൊന്നും അല്ലെങ്കിലും അത് അമ്മാവൻ തന്നെ ചെയ്യണമെന്ന് എൻ്റെ ആഗ്രഹം. അതൊക്കെ നമുക്ക് ചെയ്യാൻ രഘു. ആദ്യം അതിനു മുമ്പുള്ള കാര്യങ്ങളൊക്കെ ഒന്ന് റെഡി ആവട്ടെ. എല്ലാറ്റിന്റെ മുന്നിൽ ദാസുണ്ടല്ലോ. അവന്റെയും കൂടി അഭിപ്രായം ചോദിച്ചിട്ട് നീ എല്ലാറ്റിലും ഒരു തീരുമാനം എടുക്കാവൂ. പണം മുടക്കുന്ന ദാസാണല്ലോ. ആ, പിന്നെ വേറൊരു കാര്യം. അവിടെ സ്ഥാപനം തുടങ്ങിയാൽ ഉടനെ തന്നെ എല്ലാവരും കൂടി അങ്ങോട്ടേക്ക് മാറുന്നതിനെ കുറിച്ച് തൽക്കാലം ആലോചിക്കണ്ട. ആദ്യം നീ ഈ ബിസിനസ്സിലൊന്ന് കാലുറപ്പിക്കണം. ബിസിനസ് തുടങ്ങിക്കഴിഞ്ഞാൽ രഘുവേട്ടൻ മുഴുവൻ സമയം അവിടെ നിൽക്കേണ്ടി വരില്ലേ അച്ഛാ? പിന്നെ ഞാനും മോളും ഇവിടെ തനിച്ച് കഴിയണം. നിനക്കും മോൾക്കും എപ്പോ വേണമെങ്കിലും അങ്ങോട്ടേക്ക് പോയിക്കൂടെ അമ്പിളി? പിന്നെ അവിടെ അനുവിന്റെ വീടില്ലേ? അത്യാവശ്യം വേണമെങ്കിൽ ദാസന്റെ വീട്ടിലും കഴിയല്ലോ. ഞാൻ പറഞ്ഞത് ഉടനെ ഒരു വാടക വീട്ടിലേക്കൊന്നും മാറണ്ടെന്നാ. അമ്പിളി ചേച്ചിയുടെ ആഗ്രഹം രഘുവേട്ടനോടൊപ്പം ആ കമ്പനിയിൽ തന്നെ എന്തെങ്കിലും ജോലി ചെയ്യണമെന്നാ അച്ഛാ. ചേച്ചി എപ്പോഴും ഇങ്ങനെ വീട്ടുജോലി ചെയ്ത് കഴിയണ്ടല്ലോ. അതൊക്കെ നമുക്ക് പിന്നെ ആലോചിക്കാം. ലച്ചുമോളൻ നഴ്സറിയിലെങ്കിലും പോയി തുടങ്ങിയാലല്ലേ അമ്പിളിക്കൊന്ന് ഫ്രീ ആവാൻ പറ്റൂ. പിന്നെ ചീരു നിന്റെ ഡെലിവറി ടൈം ആണെങ്കിൽ ആകാൻ പോകുന്നു. നിന്റെ കൂടെ ഒരമ്മയുടെ സ്ഥാനത്ത് അമ്പിളിയല്ലേ നിൽക്കേണ്ടത്? നീ എന്നെ നോക്കൊന്നും വേണ്ട. എനിക്ക് ആരുടെയും പ്രസവം എടുക്കാൻ വയ്യെന്നൊന്നും നിന്റെ കാര്യത്തിൽ ഞാൻ പറയില്ല ചീരു. നിന്റെ കാര്യം എന്റെ മനസ്സിലുണ്ട്. അതൊക്കെ ഭംഗിയായിട്ട് നടക്കണം. ഞാനുണ്ടാവും നിന്റെ കൂടെ. അച്ഛാ, ചീരുവിന്റെ ഡെലിവറി ടൗണിലെ ഹോസ്പിറ്റലിൽ വെച്ചായിരിക്കില്ലേ? ആയിരിക്കും. അപ്പോ നമുക്ക് അതിനോടനുബന്ധിച്ച് അനുവിന്റെ വീട്ടിലോട്ട് മാറാം. അപ്പോ കുഞ്ഞുങ്ങളെ നോക്കാനും മറ്റും അനുവിന്റെ സഹായം കൂടി കിട്ടുമല്ലോ. അതെ, അതുമായി ബന്ധപ്പെട്ട് 2-3 മാസമെങ്കിലും അവിടെ തന്നെ കഴിയേണ്ടി വരും. അത് കഴിഞ്ഞ് നീ രഘുവിന്റെ കൂടെ കമ്പനിയിലേക്ക് പോയാലും കുഴപ്പമില്ല അമ്പിളി. ചീരുവിന്റെ കൂടെ ഞാനുണ്ടാവുമല്ലോ. സഹായത്തിന് വേണമെങ്കിൽ സരോജിനെയും കൂടി വിളിക്കാമല്ലോ. എന്നാ ഞാൻ ഇറങ്ങട്ടെ അമ്മ. ശരി ശരി. ചില ഓഫീസിലൊക്കെ പോയേണ്ടതാ. കറക്റ്റ് ടൈമിൽ എത്തിയില്ലെങ്കിലേ ദാസങ്ങൾ മോൻ കറപ്പിക്കും. ശരി ശരി, നീ എന്നാ ഇറങ്ങി. അമ്പിളി പോയിട്ട് വരാം. അച്ഛാ, ശരി മക്കളെ. ഹലോ, ആരാ? ഹലോ. ആ, ആഘോഷമൊക്കെ കഴിഞ്ഞില്ലേ രഘു? ഇനി എന്താ നിന്റെ പരിപാടി? കയ്യിലുള്ള സ്വർണം എന്തെങ്കിലും ചെയ്യണ്ടേ? എന്താ രഘു ഒന്നും മിണ്ടാത്തത്? നീ വീട്ടിലാണോ? അതെ, ഞാൻ വീട്ടിലാ. നീ എന്തിനാ വിളിച്ചേ? നീ എന്താ രഘു വിചാരിച്ചേ? ഞാൻ ഓണത്തിന് മാത്രം വരുന്ന മാവേലിയാണെന്നോ? ഞാൻ മാണിക്കക്കല്ല് നഷ്ടപ്പെട്ട സർപ്പമാണ് രഘു. അത് തിരിച്ചു കിട്ടുന്നവരെ ഞാൻ നിന്റെ പിന്നാലെ തന്നെ ഉണ്ടാവും. നീ മാവേലിയും സർപ്പൊന്നും അല്ല. നീ വെറും വട്ടനാ, മുഴുവട്ടൻ. മനസ്സിലാടാ? വെച്ചിട്ട് പോടാ ഫോൺ. ചേച്ചി. ഹലോ ഹലോ ഹലോ. ആരാ രഘു? അത് ഒരുത്തനെ ഓണാഘോഷത്തിന്റെ അഭിപ്രായം പറയാൻ വേണ്ടി വിളിച്ചതാ. ഞാൻ കാശിറക്കിയത് ആർക്കും അത്ര രസിച്ചിട്ടില്ല. അമ്മാവൻ പറഞ്ഞ കറക്റ്റാ. ഓണാഘോഷം നടത്തിയതിന്റെ പ്രാക്ക് എനിക്ക് കിട്ടിത്തുടങ്ങി. നീ അതൊന്നും മൈൻഡ് ചെയ്യേണ്ട മോനെ. നീ നിന്റെ ജോലിയിൽ മാത്രം ശ്രദ്ധിച്ചാൽ മതി. എന്നാ പിന്നെ ചെല്ലാൻ നോക്ക്, സമയം കളയാതെ. ശരി മാ. ചേച്ചി. ചീരു, എത്രയാ? 200. ശരി.